ഓണത്തിന് മുന്നോടിയായി കുടുംബശ്രീ അംഗങ്ങൾ പൂ വിൽപ്പനയ്ക്കായി ഒരുക്കിയ താൽക്കാലിക ഷെഡ് നഗരസഭ ആരോഗ്യ വിഭാഗം പൊളിച്ചു നീക്കി. അനധികൃത വഴിയോര കച്ചവടമെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു നടപടിയെന്ന നഗരസഭ. ഒറ്റപ്പാലം നഗരസഭ 26-ാം വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളായ 4 പേർ ശലഭം സംഘകൃഷി എന്ന പേരിലാണ് ഒറ്റപ്പാലം ടൗണിൽ പൂ വിൽപ്പന ആരംഭിച്ചത്. കുടുംബശ്രീ അംഗങ്ങൾ തന്നെ കൃഷി ചെയ്ത് വിളവെടുത്ത പൂക്കളാണ് ഇവിടെ വിൽപ്പന നടത്തിയിരുന്നത്. എന്നാൽ വിൽപ്പനയ്ക്കായി ഒരുക്കിയ താൽക്കാലിക ഷെഡ് വ്യാഴാഴ്ച രാവിലെ നഗരസഭ ആരോഗ്യ വിഭാഗം പൊളിച്ചു നീക്കുകയായിരുന്നു. അനധികൃത വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായിരുന്നു നടപടിയെന്ന് അധികൃതർ പറഞ്ഞു. എന്നാൽ ഇത് കുടുംബശ്രീയുടെ വിൽപ്പന കേന്ദ്രമാണെന്ന് തിരിച്ചറിയാതെ ഷെഡ് പൊളിച്ചു നീക്കുകയായിരുന്നുവെന്ന് കൗൺസിലർ സായ് കിരൺ പറഞ്ഞു. ഇന്ന് രാവിലെ ഒറ്റപ്പാലം നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഈ വിഷയങ്ങൾ എല്ലാം പരിശോധിച്ചുകൊണ്ട് പൊതുസ്ഥലത്തുള്ള കച്ചവടങ്ങളൊക്കെ നീക്കുന്നതിൻ്റെ ഭാഗമായി ഒറ്റപ്പാലം ടൗണിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കുടുംബശ്രീയുടെ ആണെന്നുണ്ട് അവർക്ക് ശ്രദ്ധയിൽപ്പെടാത്തതിൻ്റെ ഭാഗമായി കൊണ്ട് ഈ കച്ചവടത്തിൻ്റെ ഷെഡ് താൽക്കാലികമായി കുറച്ച് ഭാഗം പൊളിച്ചു നീക്കി. ഇത് ഉടനെ തന്നെ വന്ന് ഇടപെടുകയും ഈ വിഷയം അവർ ധരിപ്പിച്ചുകൊണ്ട് എടുത്തുകൊണ്ടുപോയ സാധനങ്ങൾ തിരിച്ചുവിടെത്തിച്ചിട്ടുണ്ട്. കുടുംബശ്രീ അംഗങ്ങൾക്ക് താൽക്കാലികമായി കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ നഗരസഭയുടെ ഓപ്പൺ ഓഡിറ്റോറിയത്തിലേക്ക് സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താക്കോല് കൊടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അവർക്ക് ഇവിടെ വെക്കുന്നതിനുള്ള സംവിധാനം നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെറിയൊരു മിസ്റ്റേക്ക് വന്ന് പരിഹരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഷെഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും താൽക്കാലികമായി കച്ചവടം നടത്തുന്നതിന് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കുടുംബശ്രീയുടെ വിൽപ്പന കേന്ദ്രമാണെന്ന് അറിഞ്ഞിട്ടും ഷെഡ് പൊളിച്ചു നീക്കിയ നഗരസഭയുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് വാർഡ് കൗൺസിലർ NK ജയരാജൻ പറഞ്ഞു. രാവിലെ ആ കുട്ടികൾ കരഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചത്. അവിടെ നമ്മുടെ ഇട്ട ഷെഡ് ആരോ നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാനും വിചാരിച്ചത് മറ്റാരോ ബോധപൂർവ്വം നശിപ്പിച്ചാണെന്നാണ്. അവിടെ ശലഭം പൂകൃഷി എന്ന ഫ്ലക്സ് കൃത്യമായി വെച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം നഗരസഭയുടെ കീഴിലുള്ളതാണ്, അല്ലെങ്കിൽ നഗരസഭയുടെയും കൃഷിഭവൻ്റെയും പിന്തുണയോടുകൂടി സഹകരണത്തോടുകൂടി നടക്കുന്ന സ്ഥാപനമാണ് എന്നൊക്കെ അറിയാഞ്ഞിട്ടല്ല, അറിയുന്ന ആളുകളായിരുന്നു. നഗരസഭയുടെ ഹെൽത്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വന്നിട്ടാണ് ആ ഷെഡ് അവർക്ക് പൊളിച്ച് നീക്കിയിട്ടുണ്ട്. ഷെഡ് എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലിക ഷെഡാണ്, അവർ വാടകയ്ക്ക് എടുത്തതാണ്. അത് നശിപ്പിച്ച് കൊണ്ടുപോയിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് മീറ്റർ കണക്കിന് ദൂരത്തിൽ ഒരു 30 അടിയോളം നീളത്തിൽ ടാർപോളിൽ കെട്ടി ഷെഡാക്കി മാറ്റിയിട്ട് വലിയ രീതിയിൽ കച്ചവടങ്ങളും മറ്റും നടക്കുന്നുണ്ട്. ആ ആളുകൾക്ക് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ, അല്ലെങ്കിൽ അവരുടെ ഒന്നും അയച്ചു മാറ്റാതെ എന്തൊക്കെയോ മറ്റെന്തോ താല്പര്യത്തോട് കൂടിയിട്ടാണ് ഈ കുട്ടികളുടെ ഷെഡ് അല്ലെങ്കിൽ ഇവരുടെ കച്ചവട സ്ഥാപനം പൊളിച്ചു നീക്കാൻ നഗരസഭാ ജീവനക്കാർ തയ്യാറായിട്ടുള്ളത്. UTV ന്യൂസ് പാലക്കാട്.